ഹായ് ഹലോ വീവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് രേണുസുതിയാണ്. രേണുസുതിയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, രേണുസുതിക്ക് ക്യാൻസർ ആണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിനകത്താണ് ആദ്യം ഈ ഒരു വീഡിയോ കാണുന്നത്. എനിക്ക് തോന്നുന്ന അതുലായിരിക്കണം ഈ ഒരു വിഷയത്തിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുലിൻ്റെ വീഡിയോയ്ക്ക് അത് പറയുന്നത്, രേണുസുതി ഈ അടുത്ത് ഒരു ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഗൾഫിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് ഇവർക്ക് സിലിക്കൺ ബ്രസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ എടുക്കുകയുണ്ടായി. നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള സർജറികളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഹെൽത്ത് കണ്ടീഷൻ്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റുകൾ എടുത്ത സമയത്താണ് ഇവർക്ക് ഇത്തരത്തിലൊരു അസുഖമുണ്ടോ എന്നൊരു സംശയം അവിടെ വെച്ച് തോന്നിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നാട്ടിലെത്തിയ ശേഷം തിരുവല്ലയിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെത്തി അവിടെ വെച്ച് ഈ ഒരു രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 2 യൂട്യൂബേഴ്സിന് ആ ഒരു പ്രസ്തുത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ സഹോദരി ഇൻഫർമേഷൻ പാസ് ചെയ്തു. അതിലൊന്ന് അതുലിനാണ്, മറ്റൊന്ന് ഷെഫീന ബീവിക്കാണ്. ഷെഫീന ബീവിക്ക് ഈ ഇൻഫർമേഷൻ നൽകിയ ആ സ്ത്രീയോട് ഷെഫീന ബീവി 15 മിനിറ്റിനുള്ളിൽ രേണുസുതിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത സ്ത്രീയെക്കുറിച്ച് വീഡിയോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എനിക്ക് ആദ്യം തന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എത്ര കൊണ്ടാലും പഠിക്കത്തില്ല. ഈ ഷെഫീന ബീവിയുടെ കുറേ അധികം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻ ഓഫ് സീരീസ്, അതായത് ഇവർ ക്യാൻസർ രോഗിയുടെ പൈസ തട്ടിച്ചത്, അതാണ് തന്നെ ഇവർക്ക് പണം കൊടുത്ത പലരുടെ മക്കളെക്കുറിച്ചും ആ വീട്ടിലെ സ്ത്രീകളെക്കുറിച്ചും ഇവർ പറയുന്ന വൃത്തികേടുകൾ, സ്ത്രീകളുടെ ഫോൺ നമ്പർ കച്ചവടം ചെയ്ത് പല കാര്യങ്ങളും തെളിവ് സഹിതം ഞാൻ കൊണ്ടുവച്ച് വീഡിയോ ചെയ്തതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ആ സ്ത്രീയെ മനസ്സിലായിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ രേണുസുതിയുടെ കൂട്ടുകാരികളായിട്ടുള്ള ശ്രീതു, സജീന തുടങ്ങിയവരുടെ മക്കളെക്കുറിച്ച് വരെ വൃത്തികേട് പറഞ്ഞുണ്ടാക്കി. അവരെക്കുറിച്ചൊക്കെ എന്തെല്ലാം പിറപ്പുകേടാണ് ആ സ്ത്രീ പറഞ്ഞത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ചെന്ന് അവരുടെ അണ്ണാക്കളോട് തല വെച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഇതെല്ലാം വന്നിട്ടും കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ ഈ രോഗത്തെക്കുറിച്ച് അറിയുന്നതെന്നാണ് അതുലിൻ്റെ ചാനലിനകത്ത് പറയുന്നത്. എന്നിട്ടും അവരുടെ സബ്സ്ക്രിപ്ഷൻ ലൈവിനകത്ത് വീണ്ടും തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. ഞാനിത് നേരത്തെ ഒരു വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കണ്ടു നോക്കാം. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ സബിലുള്ളവർക്ക്? ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ സബ് ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു. എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടലില്ലാത്ത നാറ് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രേണുസുതിയുടെ പുതിയ സബ്സ്ക്രിപ്ഷൻ ലൈവ് ലീക്കായത്. ഇതിനകത്ത് ഇവരുടെ പഴയ പരിപാടികളെല്ലാം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു രേണു, ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് മര്യാദയ്ക്ക് ജീവിക്കുക. നിങ്ങൾ ഇനിയെങ്കിലും ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്നത് അവസാനിപ്പിക്കുക. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഇനി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരുപക്ഷെ നിങ്ങളെ ഒഴിവാക്കിയേക്കും. പക്ഷേ ഷെഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ നിങ്ങളെ ഒഴിവാക്കില്ല. അവരൊരാളെ നശിപ്പിക്കണമെന്ന് കരുതി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ എക്സ്ട്രീം ലെവലിൽ കാണിച്ചു കൂട്ടും. ഇപ്പം തന്നെ നിങ്ങൾക്കെതിരെ എന്തെല്ലാം അലിഗേഷൻസ് അവർ കൊണ്ടുവന്നുണ്ട്. ഇപ്പം ലാസ്റ്റായിട്ട് അവർ നിങ്ങൾക്കെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആരോപണം, അതായത് ഇപ്പോൾ ഈ മോഡലിങ്ങിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ദുബായിലോട്ട് പെൺകുട്ടികളെ കടത്തി കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കി എന്ന് പറയുന്ന ആ റാക്കറ്റ്, അതുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന തരത്തിൽ വരെ വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. പിന്നെ അതുമല്ല, നിങ്ങൾ മാന്യമായിട്ടുള്ള കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇനിയും ആളുകൾ വരും. എല്ലാവരും അത്രയ്ക്കും ക്രൂരതയുള്ളവരൊന്നും അല്ല. നിങ്ങൾ മാന്യമായിട്ടുള്ള വീഡിയോസും കണ്ടന്റുകളും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി ആളുകൾ വരും. നിങ്ങൾ ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കറിയത്തില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങൾ പാസ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് വന്ന വോയിസും അതുലിന് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞാനെന്തായാലും ഇതൊന്ന് ബ്ലർ ചെയ്താണ് കൊടുക്കുന്നത്. അതുലിനോട് ഞാൻ കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതൊന്ന് എടുത്തോട്ടെ എന്ന്. അത് കാണാണ്ട് സാഹചര്യം ഒരുങ്ങി കാണുന്നില്ല. കാരണം ഞാൻ ഈ കമൻറ്റ് ഇട്ടതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഇത് സ്ക്രീൻ റെക്കോർഡ് എടുത്തു. അതിനെ തൊട്ട് പിന്നാലെ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കാണാൻ സാധ്യത കുറവാണ് ആ ഒരു കമൻറ്റ്. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. വേണമെന്ന് പറയും. അങ്ങനെ പറയുന്ന ആൾക്കാരെ കുറ്റം പറയാൻ നമുക്ക് പറ്റത്തില്ല. അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അത്രയ്ക്ക് വെറുത്തു, നിന്നെ ശപിച്ചു, നിന്നെ പ്രാഗി, നിന്നെ തെറി വിളിച്ചു. ഇതെല്ലാം നീ ജനങ്ങളുടെ നിന്ന് വാങ്ങിക്കൂട്ടി വെച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, നാട്ടുകാരുടെ പ്രാക്കും ശാപവും എല്ലാം കൂടി വാങ്ങി വയ്ക്കരുതെന്ന്. കാരണം അത്രയ്ക്ക് ഒരു സാധനമാണ് നിന്റെ ഫാമിലിയിൽ ഇപ്പോൾ ഈ ഒരു അടി കിട്ടിയിട്ടുള്ളത്. ഇത് കർമ്മയാണെന്നോ ദൈവം തന്ന ശിക്ഷയാണെന്നോ ഒന്നും ഞാൻ പറയില്ല. ഏത് മനുഷ്യനും എപ്പോഴും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇതിൽ സന്തോഷിക്കാനും താല്പര്യപ്പെടുന്നില്ല. ഇപ്പം നാളെ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ വരാം, പറയാൻ പറ്റത്തില്ല, നമുക്കറിയത്തില്ല. ഒരു ആക്സിഡന്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഓരോ അസുഖങ്ങൾ എപ്പോഴെന്നില്ലാതെ വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്ന കേസ് തന്നെയാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീനയുടെ ചാനലിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി, അതായത് ആ പെൺകുട്ടി അറിഞ്ഞ കാര്യം എന്നോടും അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഷെഫീനയോടും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി എന്നെ അറിയിക്കുന്നതിനും ഒരാഴ്ച മുന്നേ ഞാൻ ഈ കേസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഈ പെൺകുട്ടി 2 ദിവസം ബാക്കാണ് പറഞ്ഞത്. ഞാൻ അതിനും ഒരാഴ്ച ബാക്ക് ഞാൻ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് അറിയിച്ചതുപോലെ തന്നെ ഷെഫീനെ അടുത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഷെഫീനെ അടുത്ത് അറിയിച്ചപ്പോൾ ഷെഫീന പറഞ്ഞു 15 മിനിറ്റിൽ എനിക്ക് അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഏത് വീഡിയോ ചെയ്യുന്നു, നിന്നെ വെച്ചിട്ട് നീ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞ് നിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്യുന്നു ഷെഫീന ആ പെൺകുട്ടിയോട് പറഞ്ഞിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞ ഷെഫീന നിങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ പുച്ഛമാണ് വന്നത്. നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. 15 മിനിറ്റിൽ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളും തന്നില്ലെങ്കിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ ആരാ? അവരറിഞ്ഞ കാര്യം, ജെന്യൂൻ സോഴ്സ് ചെയ്യുന്ന അവരറിഞ്ഞ കാര്യം നിങ്ങളോട് വന്ന് പറഞ്ഞു എന്നോടോ അതുപോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് ഈ കാര്യമൊന്നും. ഞാൻ പറഞ്ഞു ഒരാഴ്ച ബാക്ക് തന്നെ ഓൾറെഡി ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ആ പെൺകുട്ടിയോട് തന്നെ പറഞ്ഞു. അതുപോലെ എന്നോട് പറഞ്ഞതുപോലെ ഇവരോടും പറഞ്ഞു. എന്നാൽ ഇവർ നിരന്തരം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. നീ മെഡിക്കൽ റിപ്പോർട്ട് അതും ഇതൊക്കെ ഒപ്പിച്ചെന്നില്ല 15 മിനിറ്റിനകത്ത് നിന്നെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ ചെയ്തോ ഞാൻ വൈറലായിക്കോളാം. അങ്ങനെ പറയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നുമില്ല. കാരണം ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീയെ നമ്മൾ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അങ്ങ് മാക്സിമം ഭീഷണിപ്പെടുത്തി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഇന്നൊന്നും തുടങ്ങിയ പരിപാടിയൊന്നുമില്ല. ആ പെൺകുട്ടിയെ എടുത്ത് അങ്ങ് പറയാണ് 15 മിനിറ്റിനകത്ത് നീ സംഭവം തന്നില്ലേ നിന്നെ ഞാൻ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ നീ ഇത് പറഞ്ഞത് നിന്റെ പ്രൊഫൈൽ അടക്കം എടുത്ത് കാണിക്കുമെന്ന്, ഡീറ്റെയിൽസ് എടുത്ത് പുറത്തു വിടുമെന്ന്. ഈ ഒരു സംഭവം പറയുമ്പോൾ അത് എത്രത്തോളം മാച്ചമാണ്. ഒരാൾ വന്നിട്ട് ഒരു ഇൻഫർമേഷൻ പറയുന്ന സമയത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തപ്പി തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ നിന്നെ അങ്ങ് തീർത്തുകളയെന്ന് പറയുന്നത് മറ്റേടുത്ത പരിപാടിയില്ല. പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഞാനും കണ്ടിട്ടില്ല. ഞാനും ഇത് അറിഞ്ഞ കാര്യമാണ്. 2 സോഴ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇങ്ങനെ ഒരു അസുഖം വന്നു എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അത് വരാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ. ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. അത് മാത്രമേ എനിക്ക് ഈ കേസിൽ പറയാനുള്ളൂ. എന്തായാലും പെൺകുട്ടി താത്തയുടെ അടുത്ത് പറഞ്ഞ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് പരുമലയില ട്രീറ്റ്മെന്റിന് ചേർന്ന്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന പരുമല ഹോസ്പിറ്റലില്ലേ മറ്റേ ഇത് പോയല്ലേ, പരുമല ഹോസ്പിറ്റലില്ലേ, പരുമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, പരുമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി. ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. ഓക്കെ, ഞാനിത് നേരത്തെ അറിഞ്ഞ കേസാണ്. ഞാൻ പറഞ്ഞില്ലേ ദുബായിൽ വെച്ചിട്ട് സിലിക്കോണിൻ്റെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് ഇത് അറിയുന്നത്. അങ്ങനെയാണ് പിന്നെ നാട്ടിലോട്ട് വന്ന് കൺഫേം ആക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അവിടെ വെച്ച് ചെക്ക് ചെയ്തു. അതിൻ്റെ ശേഷം കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്ന് അടുത്ത് പരിമല ഹോസ്പിറ്റലിൽ എങ്ങാണ്ട്. അങ്ങനെ അവിടെ ഏതോ ഒരു സിസ്റ്ററിൻ്റെ സഹോദരിയാണ് ഇത് ഷെഫീനെ എടുത്ത് പറയുന്നത്. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഷെഫീനെ ഇതെടുത്ത് വെച്ചങ്ങ് ഇത് കാണിക്കുകയാണ്. ഇപ്പം കണ്ടന്റ് ആക്കിയതിനല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ പെൺകുട്ടി എടുത്ത് ഭീഷണിപ്പെടുത്തും. 15 മിനിറ്റിനകത്ത് നിന്ന് ഡീറ്റെയിൽസ് കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങ് ഏറി കയറ്റും അവസ്ഥ. താത്തയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഓക്കെ, കേട്ടല്ലോ. അതായത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, ആർക്കും വരാതിരിക്കട്ടെ. രേണു, നീ ഇനിയെങ്കിലും അടങ്ങ്. എനിക്കിതേ പറയാനുള്ളൂ. ഇത് ദൈവം നിനക്ക് തന്ന ഒരു അടിയാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഞാനും ചിന്തിച്ചേക്കും. പക്ഷേ നീ ഇനിയെങ്കിലും ഒരു അപ്പോൾ ഇത് തന്നെയാണ് രേണു എനിക്കും പറയാനുള്ളത്. ഇനിയെങ്കിലും പൊടിക്കുന്ന ആളങ്ങ്. കാരണം നിങ്ങളോട് ഞങ്ങൾക്ക് ആർക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു എതിർപ്പുമില്ല. നിങ്ങളുടെ കുറേയധികം ചെയ്തികളെയാണ് ഞങ്ങളെല്ലാവരും ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പ് പറയാം, ഞങ്ങൾ ആര് വെറുതെ വിട്ടാലും നിങ്ങളുടെ പിന്നാലെ നിന്ന് ഷെഫീന മാറില്ല. ആ കാര്യം 100% ഞാൻ ഉറപ്പ് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്യൂറായിട്ട് മടങ്ങിയെത്തട്ടെ. കാരണം ഇനിയിപ്പോൾ കിച്ചുവിന് സ്വന്തം കാലം നിൽക്കാനുള്ള ശേഷിയായി. പക്ഷേ റിതപ്പൻ ആ കുട്ടിക്ക് അതിനുള്ള ശേഷിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി തുലാസിലാവും. കിച്ചുവിന് എത്ര കാലം അവനെ നോക്കാൻ പറ്റും? കാരണം കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കൈവരിച്ച് വരുന്നതേ ഉള്ളൂ. അയാൾ ഈ അടുത്താണ് കുറേയധികം ബിസിനസ്സും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്ത് വരുന്നതും ഇനാഗ്രേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യന് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഋതപ്പനെ നോക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആവത്തില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന നിങ്ങളുടെ സഹോദരിയുടെ
കുടുംബത്തിനാണേലും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിലും ആ കുട്ടീനെ നോക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാവും മുന്നോട്ട് ചെല്ലുമ്പോൾ. കാരണം പഠന ചിലവുകളും മറ്റു കാര്യങ്ങളും എല്ലാം കൂടി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യം മാത്രമല്ല, ഏതൊരു കുട്ടിക്കും ആ ഒരു അമ്മ നൽകുന്ന സ്നേഹത്തോളം വലുതാകത്തില്ല മറ്റൊരാളും നൽകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കൊപ്പം ഈ കേരള സമൂഹം എല്ലാം ഒന്നിച്ച് നിൽക്കും, പക്ഷെ നിങ്ങളുടെ ഈ ചെയ്തികളൊന്നും തിരുത്താൻ തയ്യാറാണ്. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ശരിയാണോ?